ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് ലൈവ് ആക്കാനുള്ള കാരണം പറയാം. യഥാർത്ഥത്തിൽ നമ്മളിത് ഫസ്റ്റ് ഡേ ഞാൻ സാധാരണ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡേ തന്നെ ലൈവ് ക്ലാസ് കൊടുക്കാറുണ്ട്. അതിനുശേഷമാണ് റെക്കോർഡറിലേക്ക് പോവാറ്. പക്ഷെ എനിക്ക് നിങ്ങളെല്ലാവരെയും അറിയാം, ഒരു സെമസ്റ്റർ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഓൾറെഡി കമറുദ്ദീൻ സാറ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു, 2 മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് ഒരു ലൈവ് ക്ലാസ്സിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തത്. പക്ഷെ ലൈവ് ക്ലാസ് വേണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു റീസൺ, കുട്ടികൾ വീഡിയോസ് കാണുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ദിവസം 50ഓളം കുട്ടികൾ കണ്ടിരുന്നു. 50 വ്യൂസ് ഞാൻ കണ്ടു യൂട്യൂബിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് കുട്ടികളെങ്കിലും, ഒരു 30 കുട്ടികളെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നീട് അത് ഓരോ ദിവസം കുറയുന്ന ഒരു രീതിയാണ് കണ്ടത്. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ ആകെ 18 വ്യൂസ് ആണ് കണ്ടത്. അപ്പോൾ 18 കുട്ടികളിൽ ഒരു 10 പേരെ കണ്ടു കാണുള്ളൂ. അതിൽ എത്ര പേര് ആത്മാർത്ഥമായി കണ്ടു എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ സീരിയസ് ആവാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ സബ്ജക്റ്റില്. ഇപ്പോൾ സബ്ജക്റ്റിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ലൈവ് ആക്കുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ലൈവ് ആക്കി എടുക്കാം എന്ന് വിചാരിക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആദ്യത്തെ ബാച്ചാണ്. ഈ കോഴ്സ് മാത്സ് കോർ പേപ്പർ ആയിട്ട് ഡിസ്ക്രീറ്റ് പഠിക്കുന്ന ആദ്യത്തെ ബാച്ചാണ് നിങ്ങൾ. സാധാരണ ഡിസ്ക്രീറ്റ് ഒരു കമ്പ്യൂട്ടർ സയൻസ് പേപ്പർ ആയിട്ടാണ് കഴിഞ്ഞ കൊല്ലം വരെ, നിങ്ങളുടെ സീനിയർ ബാച്ച് വരെ ഉണ്ടായിരുന്നത്. അതായത് മാത്സ് നിങ്ങൾക്ക് വേറെ പേപ്പറും കമ്പ്യൂട്ടർ സയൻസിലെ ഒരു കോർ പേപ്പർ ആയിട്ടായിരുന്നു ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പഠിച്ചിരുന്നത്. അതിന് ഡിസ്ക്രീറ്റ് കമ്പ്യൂട്ടേഷണൽ സ്ട്രക്ചേഴ്സ് എന്നായിരുന്ന പേപ്പറിന്റെ പേര്. പക്ഷെ ഈ കൊല്ലം നിങ്ങളുടെ ബാച്ച് മുതൽ മാത്സ് കോർ പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനില്ല. അതിന് പകരം മാത്സ് കോർ പേപ്പർ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ്. ഈ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ഒരു തിയററ്റിക്കൽ പേപ്പറാണ്. പ്രോബ്ലംസ് വളരെ കുറച്ച് മാത്രമേ ഈ സെക്ഷനിൽ ചോദിക്കുള്ളൂ. കൂടുതലും പ്രൂഫ്സ് ആണ് ചോദിക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതായത് ഡിസ്ട്രിക്ട് കമ്പ്യൂട്ടേഷണൽ സ്ട്രക്ചേഴ്സിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2017 ഡിസ്ക്രീറ്റ് കമ്പ്യൂട്ടേഷണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ കോഴ്സാണ് ഇപ്പോൾ നിങ്ങൾ മാത്സ് കോർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു 80% ഓഫ് ടോപ്പിക്സും ഈ പേപ്പറിലെ ടോപ്പിക്സ് ആണ് നിങ്ങൾ ഈ കൊല്ലം മുതൽ മാത്സ് കോർ ആയിട്ട് പഠിക്കുന്നത്. ഇതിലെ ചോദ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ, ഷോ ദാറ്റ് എ മൈനസ് ബി മൈനസ് സി ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ സി ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, അങ്ങനെ എല്ലാം പ്രൂഫാണ്. കണ്ടോ, ഡിഫൈൻ ഡെഫിനിഷൻസ്, പ്രൂഫ്സ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വാലൻസ് റിലേഷന്റെ ഒക്കെ പ്രൂഫ് ഉണ്ട്. കണ്ടോ, ഷോ ദാറ്റ് എവരി ഇൻവേഴ്സ് ഓഫ് എൻ എലിമെന്റ് ഇൻ എ ഗ്രൂപ്പ് ഈസ് യൂണീക്ക്. എല്ലാം പ്രൂഫുകളാണ്. പ്രത്യേകിച്ച് ബിഗർ ക്വസ്റ്റ്യൻസിലേക്ക് പോകും തോറും, അതായത് ബിഗർ ക്വസ്റ്റ്യൻസ് ഇൻ ദ സെൻസ് മാർക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എന്തിനാണ് ഞാനിതിപ്പോ പറയുന്നത് വെച്ചാല്, ഈ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ പേപ്പർ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ച പ്രൂഫ് തന്നെ പരീക്ഷയ്ക്ക് വരണമെന്ന് യാതൊരു നിർബന്ധവും. നമ്മൾ പഠിക്കാത്ത പ്രൂഫ് ആവും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരിക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ് ആദ്യം ഒന്ന് ഫോളോ ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. പ്രത്യേകിച്ച് ആദ്യത്തെ 2 മോഡ്യൂള് കുറച്ചെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. കമറുദ്ദീൻ സാർ എടുത്ത 2 മോഡ്യൂളുകൾ കുറച്ചെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും പ്രോബ്ലംസിന്റെ എണ്ണം കുറയും, തിയറിയുടെ എണ്ണം കൂടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആവണം സബ്ജക്റ്റില്.
പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ഈ സെമസ്റ്ററിൽ എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാകും. അതിന്റെ ഡേറ്റും വന്നു കഴിഞ്ഞു. December 29th എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് എക്സാം മാത്സ് ആയിരിക്കും, അതും പറഞ്ഞുതരാം. അപ്പോ ഇനി ഓഫ്ലൈൻ ആയിരിക്കും എക്സാം. നിങ്ങൾ കോളേജിൽ വന്ന് പരീക്ഷ എഴുതേണ്ടി വരും. ഓക്കെ, കാരണം ഓൾറെഡി ഇപ്പൊ സപ്ലിമെന്ററി എക്സാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി മറിച്ച് ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കില്ല. ഓൺലൈനായിട്ട് എക്സാം ഉണ്ടാകും, അതുകൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നൊന്നും വിചാരിക്കരുത്. ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ കോളേജിൽ വന്ന് പരീക്ഷ എഴുതേണ്ടി വരും. പക്ഷെ ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് ഓഫ്ലൈൻ കിട്ടാനും സാധ്യതയില്ല. എല്ലാ ക്ലാസ്സസും വീഡിയോ ലെക്ചേഴ്സും അതുപോലെ ലൈവ് ക്ലാസ്സസും ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോ കുറച്ചും കൂടെ സീരിയസ് ആവണം. നിങ്ങൾ വീഡിയോസ് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് ലൈവ് ക്ലാസ് പ്ലാൻ ചെയ്തത്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പോ കമറുദ്ദീൻ സാറ് 2 മോഡ്യൂൾ എടുത്ത് കാണും. സാറിന്റെ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും എന്റെ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും ഡിഫറെന്റ് ആണ്. അപ്പൊ ചിലപ്പോ പെട്ടെന്ന് ഒരു സാറ് മാറിയത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ ഒരു പ്രയാസം തോന്നാം. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവീത് എന്നോട് നേരിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോ പ്രോബ്ലം പേപ്പർ അല്ല ഇത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തിയറിറ്റിക്കൽ പേപ്പറാണ്. പ്രോബ്ലംസ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 30 മാർക്സിനൊക്കെ നമുക്ക് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 70 മാർക്സും തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആ രീതിയിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ലെക്ചേഴ്സ് കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ സബ്ജക്റ്റിന്റെ മാത്രം വിഷയമാണ്. ഓക്കെ, കഴിഞ്ഞ സെമസ്റ്ററിൽ നമുക്ക് പ്യൂർലി പ്രോബ്ലം പേപ്പർ ആയിരുന്നു S2. ഞാൻ തന്നെയാണല്ലോ അത് എടുത്തത്. അപ്പോൾ പ്യൂർലി പ്രോബ്ലം പേപ്പർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വെച്ച് നമുക്ക് സുഖമായിട്ട് പഠിച്ചു പോകാവുന്ന പേപ്പർ ആയിരുന്നു. പക്ഷേ ഈ സെമസ്റ്ററിലെ പേപ്പർ അങ്ങനെയല്ല. കൂടുതൽ പ്രോബ്ലംസും ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അസൈൻമെന്റ് ആയിട്ടൊക്കെ തന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഓക്കെ, അങ്ങനെ കിട്ടുന്ന പ്രോബ്ലംസ് നമുക്ക് തരാം, അല്ലാത്ത പ്രോബ്ലംസ് ക്ലാസ്സിൽ ചെയ്യും. അപ്പോ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അന്നന്ന് എടുക്കുന്നത് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ പേപ്പർ ക്ലിയർ ചെയ്യാം. വൺസ് ഈ പേപ്പറിൽ സപ്ലി വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഈ പേപ്പറിൽ തോറ്റാൽ പിന്നെ ഈ പേപ്പർ എഴുതിയെടുക്കാൻ പ്രയാസമായിരിക്കും. കാരണം ഒന്നാമത് മാത്സ് കോർ പേപ്പറാണ്. CS IT സ്റ്റുഡൻസിന് മാത്രമേ ഈ പേപ്പർ ഉള്ളൂ. അതുകൊണ്ട് മറ്റു കോളേജുകളിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്ന പേപ്പർ ആയിരിക്കും. അപ്പം റിസൾട്ട് കുറയാൻ സാധ്യതയില്ല, എല്ലാവരും പാസ്സായി പോകും. അപ്പൊ നിങ്ങൾ ഒരിക്കൽ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ജയിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടമായിരിക്കും. അതുകൊണ്ട് മാക്സിമം സപ്ലി ഇല്ലാതെ നന്നായി പഠിച്ച് ഈ പേപ്പർ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ 35 പേര് ഈ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും 15ഓളം കുട്ടികൾ അറ്റൻഡ് ചെയ്യാത്തതുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. ഈ 34 കുട്ടികളിൽ പകുതി പേര് പോലും ഇന്നലത്തെ ലെക്ചർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾക്കറിയാം ആരൊക്കെ കണ്ടിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോ അവരോട് ഇന്ന് ഞാനിപ്പോ എന്തെങ്കിലും പഠിപ്പിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇന്ന് എടുക്കുക. അപ്പൊ ഞാൻ എന്തായാലും ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒബ്വിയസ്ലി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇപ്പോ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കേട്ട ശേഷം ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാം. അതിനുശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഈ പേപ്പറിനെ സമീപിക്കണം. ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു പേപ്പർ അല്ല. കുറച്ച് സീരിയസ് ആയിട്ട് എല്ലാ ദിവസവും തരുന്ന പ്രോബ്ലംസ് ചെയ്തു നോക്കുക. അത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുന്നതിനേക്കാൾ കൂടുതൽ വേണ്ടത് ഞാൻ ക്ലാസ് എടുക്കുന്ന പ്രോബ്ലംസ് കൃത്യമായിട്ട് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. മിക്കവാറും ക്ലാസ്സിൽ എടുക്കുന്ന പ്രോബ്ലംസ് അതേപോലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ എടുത്തത് പഠിച്ച കുട്ടികൾക്ക് പാസ്സായി പോവാം, അല്ലാത്ത കുട്ടികൾക്ക് പാസ്സാവാൻ വിഷമമായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാം. ഒരു 2 മിനിറ്റ് സമയം തരാം. എന്തെങ്കിലും ഇതുവരെ എടുത്ത കാര്യങ്ങളിൽ
സംശയമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് നിങ്ങൾക്ക് ഈ പേപ്പറിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്ത ശേഷം എന്നോട് ഡിസ്കസ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് ഈ ഡൗട്ട് ചോദിക്കാനുള്ള മടിയൊന്നുമില്ല. നേരിട്ട് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെങ്കിലും എടുക്കാത്ത മനസ്സിലാവായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ ഇപ്പോൾ സാറ് മാറി 3ാമത്തെ മോഡ്യൂൾ തുടങ്ങി അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ക്ലാസ് ഇനി കുറച്ച് സ്പീഡായിരിക്കും. നമുക്ക് ഈ ഒരു നെക്സ്റ്റ് മന്ത് 2nd വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യണം പോർഷൻസ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. Any doubts? ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട്, സംശയമല്ല സാറേ ഇന്ന ടോപ്പിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവില്ല, സാറ് ഈ രീതിയിൽ എടുത്താൽ നന്നായിരുന്നു, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാം, നമുക്കത് ആലോചിക്കാവുന്നതാണ്. സാറ് വീഡിയോ ലോങ് ആണ്. ഓക്കെ, വീഡിയോ ഞാൻ ഷെയർ ചെയ്യാറുള്ള വീഡിയോ മാക്സിമം ഒരു 25 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഞാൻ ആകെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 25 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കേട്ട് നോട്ട്സ് ഒക്കെ എഴുതാവുന്നതാണ്. 50 മിനിറ്റ്സ് ആണ് നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ് ഉള്ളത്. നമ്മൾ ഒരു പ്രോബ്ലം ഒക്കെ ഒരു ദിവസം ക്ലാസ്സിൽ ചെയ്യുന്നുള്ളൂ, 1 or 2 പ്രോബ്ലംസ് ഒക്കെ ഒരു ദിവസം ക്ലാസ്സിൽ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അത്രയും സമയം വരുന്നത് വെച്ചാൽ ആ പ്രോബ്ലം അത്രയും ലെങ്ത് ഉള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലെ ലെക്ചേഴ്സ് നോക്കിയാല് ഇക്വാലൻസ് റിലേഷന്റെ പ്രോബ്ലം ആയിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇക്വാലൻസ് റിലേഷന്റെ പ്രോബ്ലം നമ്മൾ 3 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന്, റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് പ്രൂവ് ചെയ്ത് വരുമ്പോൾ ഒരു 20 മിനിറ്റ് എടുക്കും. അതുകൊണ്ടാണ് ലെങ്ത് കുറച്ച് കൂടി പോണത്. പക്ഷെ പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം 10 മിനിറ്റ് ഉള്ള ഒരു 3 വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ 2 വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യാം. അത് പോസിബിൾ ആണ്. ഓക്കെ, പക്ഷെ മിനിമം ഒരു ദിവസം നമ്മളൊരു 25 മിനിറ്റ്സിന്റെ വീഡിയോ എങ്കിലും കേട്ടേ പറ്റൂ, എന്നാലേ നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. December 29 എക്സാം വരും. അപ്പോൾ December ഒരു 10-15 ആകുമ്പോഴേക്കും നമുക്ക് പോർഷൻ കവർ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം 10 മിനിറ്റിന്റെ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ഒന്നും എവിടെ എത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ലെങ്ത് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് വീഡിയോന്റെ. നമുക്കൊരു കാര്യം ചെയ്യാം, 10 മിനിറ്റിന്റെ 2 വീഡിയോസ് ആക്കാം. ഓക്കെ, ഈസ് ഇറ്റ് ഓക്കെ? അബ്ബാസ് പറയൂ, അങ്ങനെ ആക്കിയാൽ മതിയോ? ഈ ലെങ്ത് കേൾക്കണില്ല? ആ, കേൾക്കുന്നുണ്ട്. പഴയ മാത്രം മതി സാർ, ഈ 25 മിനിറ്റിന്റെ മതി. 25 മിനിറ്റ് ഒറ്റ വീഡിയോ മതിയോ? പക്ഷേ ഈ എക്സ്പ്ലനേഷൻ സാർ ഓവറായി പറയുന്നുണ്ട്, അത് അതിന്റെ ലെങ്ത് കുറച്ചാൽ മതി. ഓക്കെ, ഫൈൻ, അത് നല്ല സജഷൻ ആണ്. ഞാൻ അങ്ങനെ ചെയ്യാം. അതായത് എക്സ്പ്ലനേഷൻ കുറയ്ക്കാം അല്ലെ? ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ട്, പക്ഷെ പിന്നെയും പറയുമ്പോൾ എന്തോ ഒരു പിന്നെയും കൺഫ്യൂഷൻ കയറി വരികയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. അല്ല, ഞാൻ എന്താ വെച്ചാല് എനിക്ക് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാൻ നിങ്ങളെ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഞാനത് ശ്രദ്ധിക്കാം, ഒരു തവണ മാത്രം പറയാം, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീണ്ടും വീണ്ടും കേൾക്കാലോ. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് അറേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും വേ ഉണ്ടോ? ഓക്കെ, ഓഫ്ലൈൻ ആയിട്ട് ഇപ്പോൾ ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചാലും നടക്കില്ല. കാരണം ഗവൺമെന്റ് പറയാതെ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഗവൺമെന്റ് പറയാതെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ അത് കോളേജിന് ഭയങ്കര ഇഷ്യൂ ആണ്. അത് പിന്നെ കംപ്ലൈന്റ് ആവും. പ്രത്യേകിച്ച് ഇപ്പൊ ഇലക്ഷൻ ഒക്കെയാണ്. അപ്പോൾ
ഒരു സാധ്യതയും കാണുന്നില്ല. ഗവൺമെന്റ് കോളേജുകൾ തുറക്കാം എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ HOD-യോടോ ആരുടെയോ പെർമിഷൻ മേടിച്ചിട്ട് എന്റെ അവൈലബിലിറ്റിയും കൂടെ നോക്കിയ ശേഷം നിങ്ങൾക്ക് ഞാൻ കോളേജിലുള്ള ദിവസം, ഞാൻ ആഴ്ചയിൽ 3 ദിവസം കോളേജിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ദിവസം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതൊരു പ്രായോഗിക സമീപനമാണ്. അപ്പോൾ അങ്ങനെ ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും, എല്ലാവരും കൂടെ ഒന്നിച്ചൊരു ദിവസം ഒരിക്കലും വരരുത്, അത് ആദ്യമേ പറയാം. മാക്സിമം ഒരു 5 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 10 സ്റ്റുഡൻസിന് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് HOD-യുടെ പെർമിഷൻ വേണം. വീണ്ടും വീണ്ടും പറയുന്നു, HOD-യുടെ പെർമിഷൻ വേണം. HOD-യോട് ഡിസ്കസ് ചെയ്ത് HOD അല്ലെങ്കിൽ ട്യൂട്ടറിനെ വിളിച്ചാൽ മതി. വിളിച്ചിട്ട് പെർമിഷൻ വേണം, സാറ് ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട് മാത്സില്, അപ്പോ ശ്രീരാം സാർ ഇന്ന ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു, സോ ഞങ്ങൾ അന്ന് പോയി ഡൗട്ട് ക്ലിയർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു 5 സ്റ്റുഡൻസോ അല്ലെങ്കിൽ 10 സ്റ്റുഡൻസിന്റെ അടുത്ത് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞുതരാം. എല്ലാവരും കൂടെ മാസമായിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അത് പിന്നീട് കംപ്ലൈന്റ് ആവും. അപ്പോ അതിന് പറ്റുമോ എന്നുള്ളത് HOD-യുമായിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം ഞാനല്ല അതിന് പെർമിഷൻ തരേണ്ട ആള്. ഞാൻ തയ്യാറാണ്, നിങ്ങളൊരു 5 or 10 പേര് വരികയാണെങ്കിൽ എടുക്കാൻ ഞാൻ തയ്യാറാണ്. ഡൗട്ട് മാത്രം, അതായത് ഹോൾ ക്ലാസ് അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ നമുക്ക് വേറെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണ്. എല്ലാവർക്കും ഒരു വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണ്. ഇൻ കേസ് ക്ലാസിന്റെ ഇടയിൽ കട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈനിൽ, അതായത് മീറ്റിംഗിൽ തന്നെ തുടരണം, ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പാർഷ്യൽ ഓർഡർ റിലേഷൻ. പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ആർ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക്, അതായത് എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ഒരു റിലേഷൻ എടുക്കുക, ആർ. റിലേഷൻ ആർ ഫ്രം എ ടു ബി ഈസ് സെറ്റ് ടു ബി എ പാർഷ്യൽ ഓർഡർ റിലേഷൻ. പാർഷ്യൽ ഓർഡർ റിലേഷൻ, 3 കണ്ടീഷൻ. ഇഫ് ആർ ഈസ് റിഫ്ലെക്സീവ്, second condition, if R is symmetric, anti-symmetric, not symmetric, anti-symmetric. Anti-symmetric. Third condition, if R is transitive. Okay, എന്താണ് anti-symmetric എന്ന് പറഞ്ഞാൽ? AB element of R and BA element of R implies A equal to B. ഓക്കെ, സിമെട്രിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, AB R-ൽ ഉണ്ടെങ്കിൽ BA R-ൽ ഉണ്ടാവണം, അതാണ് സിമെട്രിക് പറയുന്നത്. ആന്റി സിമെട്രിക് പറയുന്നത് അങ്ങനെയല്ല, AB-യും BA-യും ഉണ്ടെങ്കിൽ അവിടെ A-യും B-യും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതായത് A നോട്ട് ഈക്വൽ ടു B ആയിട്ട് AB-യും BA-യും ഉണ്ടെങ്കിൽ ആ റിലേഷൻ എന്താവില്ല? ആന്റി സിമെട്രിക് ആവില്ല. അപ്പൊ എപ്പോഴും ഈ റിലേഷന്റെ ഈ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ, റിഫ്ലെക്സീവ്, ആന്റി സിമെട്രിക്, ട്രാൻസിറ്റീവ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതാവുന്ന കണ്ടീഷൻ പഠിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴാണ് ഇതാവാതിരിക്കുക എന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ റിഫ്ലെക്സീവ് ആവാതിരിക്കുക എപ്പോഴാണ്? റിഫ്ലെക്സീവ് ആവാതിരിക്കുക എപ്പോഴാണ്? ഏതെങ്കിലും ഒരു എലമെന്റ് അതിനോട് റിലേറ്റഡ് ആവാതിരിക്കുമ്പോഴാണ്. അപ്പോ അതാണ് ഒരു കണ്ടീഷൻ.
ആന്റിസിമെട്രിക് ആവാതിരിക്കുക എപ്പോഴാണ്? എ നോട്ട് ഈക്വൽ ടു ബി ആയിട്ട് ഇപ്പൊ 1 2 എടുത്തു. ഇപ്പൊ ഞാനൊരു സെറ്റ് എടുത്തു, 1 2 3 എടുത്തു. 1 2 ആറിലുണ്ട്, 2 1 ആറിലുണ്ട്, പക്ഷെ 1 നോട്ട് ഈക്വൽ ടു 2 ആണ്. ഇങ്ങനെ വന്നാൽ അതെന്താവില്ല? ആന്റിസിമെട്രിക് ആവില്ല. അപ്പൊ ആന്റിസിമെട്രിക് ആവാതിരിക്കുക എപ്പോഴാണ്? 1 2 2 1 ഉണ്ടാകും, പക്ഷെ 1 നോട്ട് ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പോൾ ആന്റിസിമെട്രിക് ആവില്ല. മനസ്സിലായോ? അപ്പോ ആന്റിസിമെട്രിക് ആവാതിരിക്കുന്ന കണ്ടീഷനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ 1 2 2 1 ഉണ്ടായിട്ട് 1 നോട്ട് അങ്ങനെ ഒരു സാഹചര്യം വരുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? ആന്റിസിമെട്രിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആന്റിസിമെട്രിക് അല്ലെങ്കിൽ പിന്നെ അതെന്തായിരിക്കും? ആന്റിസിമെട്രിക് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ട്രാൻസിറ്റീവ് പറയുമ്പോൾ 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷെ എലമെന്റ് ഓഫ് R ആണ്, പക്ഷെ 1 3 നോട്ട് എലമെന്റ് ഓഫ് R ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതെന്താവില്ല? ട്രാൻസിറ്റീവ് ആവില്ല. ഓക്കെ, 1 2 2 3 ഉണ്ടായി, പക്ഷെ 1 3 ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? R ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ലെങ്കിൽ R എന്തായിരിക്കും? ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ഫാക്ടർ. എപ്പോഴാണ് ആവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആവാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം പാർഷ്യൽ ഓർഡർ റിലേഷന്റെ. എക്സാമ്പിൾ, എല്ലാവർക്കും പാർഷ്യൽ ഓർഡർ റിലേഷൻ ക്ലിയർ ആയോ? എന്താണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്നുള്ളത്? അതായത് ജസ്റ്റ് കമന്റ് ചെയ്യുക എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാലും മതി. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ബി എനി നോൺ എംപ്റ്റി സെറ്റ്. എനി നോൺ എംപ്റ്റി സെറ്റ്. എ ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ് പി ഓഫ് എ ഈക്വൽ ടു set of all set of all subsets of A. Set of all subsets of A. Set of all subsets of A. എയുടെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ. അതായത് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയാം. പവർ സെറ്റ് ഓഫ് എ. എന്താണ് പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. Then R be a relation. R be a relation defined on P of A. Defined on P of A such that A1 is related to A2 if A1 is a subset of A2. A1 is a subset of A2. A1 എന്ന് പറയുന്ന സെറ്റ് A2 നോട് റിലേറ്റഡ് ആയിരിക്കും എപ്പോൾ A1 is a subset of A2 ആവും. ഓക്കെ, അപ്പൊ ഞാൻ ഈ പവർ സെറ്റിനകത്ത് കുറെ സെറ്റുകൾ ഉണ്ടാവും. അപ്പൊ അതിലെ രണ്ട് സെറ്റുകൾ എപ്പോഴാണ് റിലേറ്റഡ് ആയിരിക്കുക? ഒരെണ്ണം മറ്റതിന്റെ സബ്സെറ്റ് ആയിരിക്കുമ്പോൾ. ഓക്കെ, ഒരെണ്ണം മറ്റതിന്റെ സബ്സെറ്റ് ആയിരിക്കുമ്പോൾ ആ രണ്ട് സെറ്റുകളും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ, ആ റിലേഷൻ ആണ് R. ഓക്കെ, ആ റിലേഷൻ ആണ് R. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻ ഒരു പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണ് എന്നാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോണത്. ഓക്കെ, ഈ ഒരു റിലേഷൻ അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. ഷോ ദാറ്റ് എ ബി എ നോൺ എംപ്റ്റി സെറ്റ്, ദെൻ റിലേഷൻ തരും A1 സബ്സെറ്റ് ഓഫ് A2 പറഞ്ഞ് ഈ റിലേഷൻ തരും. ഈസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ ഓൺ P ഓഫ് A എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഓക്കെ, അതൊരു പാർഷ്യൽ, ഈ ഒരു കണ്ടീഷൻ തന്നിട്ട് ഇതൊരു പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും പരീക്ഷയ്ക്ക്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, ആന്റിസിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, അതുപോലെ ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം.
ഓക്കെ, 3 കാര്യങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന് റിഫ്ലക്സീവ്, പിന്നൊന്ന് ആന്റി സിമെട്രിക്, പിന്നൊന്ന് ട്രാൻസിറ്റീവ്. ഹിയർ വേണമെങ്കിൽ അത് എഴുതിക്കോളൂ. ഹിയർ ആർ ഈസ് എ partial order relation. Here R is a partial order relation. Partial order relation. ഇവിടെ R എന്ന് പറയുന്ന ഒരു partial order relation. Proof. ഫസ്റ്റ് വൺ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങാം നമുക്ക്. ടു പ്രൂവ് ആർ ഈസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ. ടു പ്രൂവ് ആർ ഈസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ. ടു പ്രൂവ് ആർ ഈസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ we need to show R is reflexive. Second one, R is antisymmetric. Third one, R is transitive. R is transitive. ഈ 3 കാര്യങ്ങൾ പ്രൂവ് ചെയ്യാം. റിഫ്ലെക്സീവ് ആണ്, ആന്റിസിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഈ 3 കാര്യങ്ങൾ പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് ആർ ഈസ് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആണെന്ന് എങ്ങനെ കാണിക്കുക? നമ്മൾ പവർ സെറ്റിലെ ഏത് സെറ്റ് എടുത്താലും അത് അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും എന്നാണ്. ഓക്കെ, ലെറ്റ് എ സബ്സെറ്റ് ഓഫ് പി ഓഫ് എ, എ എലമെന്റ് ഓഫ് പി ഓഫ് എ. ഓക്കെ, എ എലമെന്റ് ഓഫ് പി ഓഫ് എ. ദെൻ ഓക്കെ, ഞാൻ എ ഡാഷ് എന്ന് വിളിക്കുകയാണ്. ഈ എയും ഈ എയും സെയിം അല്ല, അത് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ എ ഡാഷ് എന്ന് വിളിക്കാം. ലെറ്റ് എ ഡാഷ് എലമെന്റ് ഓഫ് പി ഓഫ് എ. ലെറ്റ് എ ഡാഷ് എലമെന്റ് ഓഫ് പി ഓഫ് എ. ദെൻ എ ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഡാഷ്. ഒരു സെറ്റ് എപ്പോഴും അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, സോ എ ഡാഷ് ഈസ് റിലേറ്റഡ് ടു എ ഡാഷ്. ഏത് സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, എ ഡാഷ് ഈസ് റിലേറ്റഡ് ടു എ ഡാഷ്. സോ ആർ ഈസ് റിഫ്ലെക്സീവ്. ആർ ഈസ് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആണെന്ന് കാണിക്കാൻ ഒന്ന് അതിനോട് തന്നെ റിലേറ്റഡ് ആണ് എന്ന് കാണിക്കാം. അപ്പോൾ പവർ സെറ്റിലെ ഒരു സെറ്റ് എ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ എ ഡാഷിന്റെ തന്നെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് എ ഡാഷ് ഈസ് റിലേറ്റഡ് ടു എ ഡാഷ് ആണ്. സോ ആർ ഈസ് റിഫ്ലെക്സീവ്. ആർ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ആർ റിഫ്ലെക്സീവ്. ക്ലിയർ ആണോ? എനി ഡൗട്ട്? എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ല, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ OBS സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. OBS സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഞാൻ OBS സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നു. OBS സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബോർഡ് മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ആറ് റിഫ്ലെക്സീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എങ്ങനെയാണ് റിഫ്ലെക്സീവ് എന്ന് പ്രൂവ് ചെയ്യാലോ? ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കമന്റ് ചെയ്യുക. കാരണം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു പ്രയാസം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് നിങ്ങളുടെ കമന്റിലൂടെ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത ആറ് സിമെട്രിക് ആന്റി സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ആറ് ആന്റി സിമെട്രിക് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? R is anti-symmetric. ആന്റിസിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 സെറ്റ്സ് എടുക്കണം. ഒന്ന് A1 A2 എലമെന്റ് ഓഫ് P of A.
പി ഓഫ് എയിലെ രണ്ട് സെറ്റുകൾ എടുത്തു, ഒന്ന് A1 ഒന്ന് A2. സപ്പോസ് A1 ഈസ് റിലേറ്റഡ് ടു A2. A1 ഈസ് റിലേറ്റഡ് ടു A2 ആൻഡ് A2 ഈസ് റിലേറ്റഡ് ടു A1 ആണെന്ന് വിചാരിക്കാം. A2 ഈസ് റിലേറ്റഡ് ടു A1. അതിന്റെ അർത്ഥം എന്താ? A1 ഈസ് റിലേറ്റഡ് ടു A2 implies A1 ഈസ് എ സബ്സെറ്റ് ഓഫ് A2 ആൻഡ് A2 ഈസ് എ സബ്സെറ്റ് ഓഫ് A1. അല്ലെ, A1 A2നോട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ A1 ഈസ് എ സബ്സെറ്റ് ഓഫ് A2 എന്നാണ്. A2 A1നോട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ A2 ഈസ് എ സബ്സെറ്റ് ഓഫ് A1 ആണ്. അപ്പൊ A1 ഈസ് എ സബ്സെറ്റ് ഓഫ് A2 ആൻഡ് A2 ഈസ് എ സബ്സെറ്റ് ഓഫ് A1. എന്താ അതിന്റെ അർത്ഥം? A1ലുള്ള എല്ലാ എലമെന്റും A2ലും A2ലുള്ള എല്ലാ എലമെന്റ് A1ലും ഉണ്ട്. അതിന്റെ അർത്ഥം A1ഉം A2ഉം ഈക്വൽ ആണ്. അല്ലെ, രണ്ട് സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെങ്കിൽ ആ രണ്ട് സെറ്റ് ഈക്വൽ ആണ് എന്നാണ് അർത്ഥം. അല്ലെ, അപ്പൊ A1 ഈക്വൽ ടു A2 ആണ്. അതുകൊണ്ട് എന്ത് പറയാം? R ഈസ് ആന്റിസിമെട്രിക്. R ഈസ് ആന്റിസിമെട്രിക്. ഓക്കെ, അപ്പോ A1 A2 എലമെന്റ് ഓഫ് P ഓഫ് A ആണെങ്കിൽ A1 ഈസ് റിലേറ്റഡ് ടു A2 ആണ്, A2 ഈസ് റിലേറ്റഡ് ടു A1 ആണ്. ഓക്കെ, അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A1 സബ്സെറ്റ് ഓഫ് A2 ആയിരിക്കും, A2 സബ്സെറ്റ് ഓഫ് A1 ആയിരിക്കും. അങ്ങനെ A1 സബ്സെറ്റ് ഓഫ് A2ഉം A2 സബ്സെറ്റ് ഓഫ് A1ഉം ആണെങ്കിൽ A1ഉം A2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? R ഈസ് ആന്റിസിമെട്രിക് എന്ന് പറയാം. R ഈസ് ആന്റിസിമെട്രിക്. അല്ലെ, A റിലേറ്റഡ് ടു B, B റിലേറ്റഡ് ടു A ആണെങ്കിൽ Aയും Bയും ഈക്വൽ ആണ്. സോ R ഈസ് ആന്റിസിമെട്രിക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് കാണിക്കണം? R ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കണം. R ഈസ് ട്രാൻസിറ്റീവ്. അപ്പൊ അതിന് നമ്മൾ 3 സെറ്റ്സ് എടുക്കണം. A1 A2 A3. എവിടത്തെ എലമെന്റ് ആയിട്ട്? P ഓഫ് എ എലമെന്റ് ആയിട്ട്, പവർ സെറ്റ് ഓഫ് എ. A1 A2 A3 എലമെന്റ് ഓഫ് P ഓഫ് എ. A1 A2 A3 എലമെന്റ് ഓഫ് P. എന്തൊക്കെ നമ്മൾ സപ്പോസ് ചെയ്യണം? സപ്പോസ് A1 ഈസ് റിലേറ്റഡ് ടു A2. അല്ലെ, ട്രാൻസിറ്റീവ് ആണ് കാണിക്കണം. അപ്പൊ A2 ഈസ് റിലേറ്റഡ് ടു A3 എന്ന് എടുക്കണം. ആൻഡ് A2 ഈസ് റിലേറ്റഡ് ടു A3. A1 ഈസ് റിലേറ്റഡ് ടു A2 ആണ്, A2 ഈസ് റിലേറ്റഡ് ടു A3 ആണ് വിചാരിക്കാം. അതിന്റെ അർത്ഥം എന്താ? A1 ഈസ് എ സബ്സെറ്റ് ഓഫ് A2 ആൻഡ് A2 ഈസ് എ സബ്സെറ്റ് ഓഫ് A3. അല്ലെ, ഇതിന്റെ അർത്ഥം എന്താ? A1ലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? A2ലുണ്ട്. A2ലുള്ള എല്ലാ എലമെന്റ്സും A3ലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? A1ലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? A3ലുണ്ട്. അല്ലെ, ഒന്നുകൂടെ പറയാം. A1ലുള്ള എല്ലാ എലമെന്റ്സും A2ലുണ്ട്. മാത്രല്ല A2ലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? A3ലുണ്ട്. അപ്പൊ A1ലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? A3ലുണ്ട്. സോ ദിസ് ഇംപ്ലൈസ് A1 സബ്സെറ്റ് ഓഫ് A3. A1 സബ്സെറ്റ് ഓഫ് A3. അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് ഇംപ്ലൈസ് A1 ഈസ് റിലേറ്റഡ് ടു A3. A1 ഈസ് റിലേറ്റഡ് ടു A3. ഓക്കെ, സോ R ഈസ് ട്രാൻസിറ്റീവ്. അത് A റിലേറ്റഡ് ടു B, B റിലേറ്റഡ് ടു C ആണെങ്കിൽ A റിലേറ്റഡ് ടു C ആയിരിക്കണം. അതുപോലെ A1 റിലേറ്റഡ് ടു A2 ആണ്, A2 റിലേറ്റഡ് ടു A3 ആണ്. അതുകൊണ്ട് A1 റിലേറ്റഡ് ടു A3 ആയിരിക്കും. സോ R ഈസ് ട്രാൻസിറ്റീവ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു? R റിഫ്ലെക്സീവ് ആണ്, ആന്റിസിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. സോ therefore R ഈസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ. പാർഷ്യൽ ഓർഡർ റിലേഷൻ ഓൺ എവിടെ? ഏത് സെറ്റിലാണ്? P ഓഫ് എ. ഓൺ P ഓഫ് എ. ഓൺ P ഓഫ് എ. ഓക്കെ, ഇതാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ. 3 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന് റിഫ്ലെക്സീവ്, ആന്റിസിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇക്വാലൻസ് റിലേഷൻ ആകുമ്പോൾ ഈ ആന്റിസിമെട്രിക് മാറി എന്താവും? സിമെട്രിക് ആവും. ഓക്കെ, അപ്പോ 2 ടൈപ്പ് ഓഫ് റിലേഷൻസ് ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ഇക്വാലൻസ് റിലേഷൻ, പിന്നെ ഒന്ന് പാർഷ്യൽ ഓർഡർ റിലേഷൻ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കുക ഇക്വാലൻസ് റിലേഷന്റെ പ്രോപ്പർട്ടി പഠിക്കും. അതിനുശേഷം പാർഷ്യൽ ഓർഡർ റിലേഷൻ വെച്ചിട്ട് നമ്മൾ പൊസറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് പഠിക്കും. പിന്നെ ലാറ്റിസ്, അങ്ങനെ പോകും. അങ്ങനെ ഈ മോഡ്യൂൾ തീരും. ഓക്കെ, അപ്പൊ ഈ മോഡ്യൂൾ ശരിക്കും പകുതി പോലും ആയിട്ടില്ല നമ്മള്. ഓക്കെ, നമുക്ക് ഇനി കുറെ പഠിപ്പിക്കാനുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഞാൻ ഓരോ ലെക്ചർ വീതം ഷെയർ ചെയ്ത് തരാം. ലെക്ചർ അന്ന് തന്നെ കേൾക്കുക, എന്നിട്ട്
കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ അയച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിന് പറ്റാവുന്ന പോലെ റിപ്ലൈ തരും. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയും ഞാൻ തിരക്കിലാണ്, തിരികെ റിപ്ലൈ തരാന്ന് പറഞ്ഞാൽ ആ സമയത്ത് റിപ്ലൈ തരാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. പിന്നെ ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ്, അതായത് ഇക്വാലൻസ് റിലേഷൻ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും പാർഷ്യൽ ഓർഡർ റിലേഷൻ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ പ്രോബ്ലംസ് തനിയെ ഒന്ന് ശ്രമിച്ചു നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ പറയാ, ഇതുപോലെ ഒരു ലൈവ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അതിന്റെ ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്യാം. അത് നമുക്ക് അസൈൻമെന്റ് ആയിട്ട് എടുക്കാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രൂവ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് കണ്ടോട്ടെ. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ്? ഞാൻ പറയണു, ഇതുവരെ ക്ലാസ് കേൾക്കാത്തവർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്ന് വരും. കാരണം ഇതിന് മുന്നത്തെ ലെക്ചേഴ്സിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇപ്പൊ ഒന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരു ലെക്ചേഴ്സ് കേട്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്കിന്ന് നിർത്തിയാലോ ക്ലാസ്? നാളെ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂം അറ്റൻഡൻസ് ഡ്യൂ ടൈം കൂട്ടിയിട്ട്, ഞാനേ സത്യം തുറന്നു പറയാലോ, നിങ്ങൾ ലേറ്റ് ആയിട്ട് അറ്റൻഡൻസ് സബ്മിറ്റ് ചെയ്താലും ഞാൻ അറ്റൻഡൻസ് തരാറുണ്ട്. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് കുറയ്ക്കാറില്ല. പിന്നെ ഞാനൊരു ഡ്യൂ ടൈം കൊടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഡ്യൂ ടൈം കഴിഞ്ഞിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ അറ്റൻഡൻസ് നഷ്ടപ്പെടുകയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ ചെയ്യുന്നതിൽ കുറച്ച് ആത്മാർത്ഥത കാണിക്കുക. അറ്റൻഡൻസ് ഒക്കെ എനിക്ക് എല്ലാ ദിവസവും 45, 46 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്പർ ഓഫ് വ്യൂസ് 15, 20, 27 ഒക്കെയാണ്. അപ്പോ നിങ്ങള് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് എന്തിനാണ്? വീഡിയോ ലെക്ചർ കണ്ടത് ആരൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ദയവ് ചെയ്ത് വീഡിയോ ലെക്ചർ കണ്ടവര് മാത്രം അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോ ക്ലാസ് ടൈമിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാത്രി ആയിരിക്കും ചിലപ്പോ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്താൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഒരു ഡ്യൂ ടൈം ഞാൻ അതിൽ കൊടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യണ്ട. എപ്പോഴാണോ വീഡിയോ കാണുന്നത് അപ്പൊ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. മാക്സിമം ഒരു ദിവസത്തെ വീഡിയോ അന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. അപ്പൊ ഇന്ന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് മുമ്പ് തന്നെ അത് കണ്ട് ശേഷം അതിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അല്ലാതെ ഇന്നത്തെ ക്ലാസ് ടൈമിൽ തന്നെ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. പക്ഷെ എല്ലാവരും അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്യാറുണ്ട്, പക്ഷെ വീഡിയോ ഒന്നും ആരും കാണാറില്ല. അതാണ് അവസ്ഥ. ചില കുട്ടികൾ മാത്രമേ കാണുന്നുള്ളൂ. ആരൊക്കെ കാണുന്നതെന്നും അറിയില്ല, ഈ എണ്ണം മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് വെച്ചത്. ഇന്നത്തെ അറ്റൻഡൻസ് ഞാൻ എന്തായാലും ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവർക്ക് അറ്റൻഡൻസ് തരുള്ളൂ. ഓക്കെ, എനിക്ക് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഞാനൊരു 5 മിനിറ്റ് ഹോൾഡ് ചെയ്യാം. പോണ്ടവർക്ക് പോവാം, അല്ലാത്തവർക്ക് സ്റ്റേ ഓൺ ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ഞാനൊരു 11:45 വരെ ലൈനിലുണ്ടാവും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നാളെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ക്ലാസ്സിൽ എടുക്കുന്ന പ്രോബ്ലംസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പാസ് ആവാനുള്ളത് ഉണ്ടാവും. അതെന്താ ഈ 005? ഓ, നമ്പർ പറഞ്ഞാവൂലേ, രജിസ്റ്റർ നമ്പർ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ നോക്കി, അതിൽ നോക്കി അറിയാൻ പറ്റും ആരൊക്കെയാണ്. അത് നോക്കി ഞാൻ അറ്റൻഡൻസ് എടുത്തോളാം, കുഴപ്പമില്ല.
അതല്ലെങ്കിൽ ഞാനിപ്പോ ഗൂഗിൾ ക്ലാസ് റൂമിൽ പേസ്റ്റ് ചെയ്യാം അറ്റൻഡൻസ്. അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇതൊന്നും എടുത്തോളാം, അതായിരിക്കും നല്ലത്. അല്ലാത്തവര് ഇത് അറ്റൻഡ് ചെയ്യാത്തവര് പോലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യും, അതാണ് പ്രശ്നം. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു ലൈവ് ക്ലാസ് വെക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാലോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒന്നുമില്ലെങ്കിൽ എന്തൊക്കെയാ വിശേഷം എന്തെങ്കിലും ചോദിച്ചോളൂ, കുഴപ്പമില്ല. കണ്ടിട്ട് കുറെ കാലമായല്ലോ.